വീണ്ടും വാർത്തകളിലേക്ക്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. നാട്ടിക മണപ്പുറത്തിന്റെ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എല്ലാ നിലവാരത്തിലുള്ള അടിസ്ഥാന വികസനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഏതൊരു അധികാര പരിധിയിലിരിക്കുന്ന ജനപ്രതിയുടെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ ഞാൻ ഇന്ന് 5 ലക്ഷം രൂപ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. PTA പ്രസിഡന്റ് BK ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കുട്ടൻ, മാതൃസംഗമം പ്രസിഡന്റ് സുനില ശ്രീധരൻ, പ്രിൻസിപ്പാൾ KH സാജൻ എന്നിവരും സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് തല ഫാം സ്കൂളിന്റെ ഉദ്ഘാടനവും കർഷക പരിശീലനവും വ്യാഴാഴ്ച നടന്നു. ചങ്ങരംകുളത്ത് ജ്യോതിലക്ഷ്മി എന്ന കർഷകയുടെ കൃഷിയിടത്തിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്നത് തന്നെയാണ് സമ്മിശ്ര കൃഷിയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകത. ഇപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഈ ഡയസിന് മുന്നിലെ മേശപ്പുറത്ത് നമ്മുടെ സമ്മിശ്ര കൃഷിയുടെ ഒരു പരിച്ഛേദം ഇവിടെ ഉണ്ട്. നേരത്തെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ആത്മ പ്രോജക്ട് ഓഫീസർ മേഴ്സി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ AV ഷേർലി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, EB ഉണ്ണികൃഷ്ണൻ, സജു ഹരിദാസ്, VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, CK കുട്ടൻ മാസ്റ്റർ എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളം, ശുചിത്വം എന്നീ വിഷയത്തിൽ ഗ്രാമസഭ, വാർഡ് സഭ മെമ്പർമാർക്ക് പരിശീലനം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട വിഷയം സൗജന്യം സൂചിപ്പിച്ചു. ഇപ്പൊ നമ്മൾ ഈ നടക്കുന്ന മീറ്റിംഗുമായി ബന്ധപ്പെട്ട് തന്നെ ശുചിത്വവും കുടിവെള്ളം നന്നായ തന്നെ ശുചിത്വത്തിന്റെ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ തീരുന്നെന്ന് തോന്നുന്നത്. അപ്പോൾ ശുചിത്വം, കുടിവെള്ളം എന്നീ വിഷയങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ല, ജനകീയാസൂത്രണം തുടങ്ങിയ സമയത്ത് ഓരോ വിഭാഗങ്ങളിൽ നടത്തിയ നമ്മളെ കണ്ടെത്തലുകളിൽ നമുക്കിപ്പോഴും പരിഹരിക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ ശുചിത്വം, കുടിവെള്ളം നിൽക്കുകയാണ്. നമുക്ക് തീരദേശ പഞ്ചായത്തായ നമ്മൾക്ക് കുടിവെള്ളത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കൃത്യമായി ഒരു പറമ്പിൽ തന്നെ 3 കുളങ്ങളുണ്ടായിരുന്നു. കുടിക്കാൻ ഒരു കുളം, അലക്കാൻ ഒരു കുളം, അതുപോലെ തന്നെ വേറൊരു കുളം മോട്ടോർ വയ്ക്കാൻ മറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാ പറമ്പിലും അങ്ങനെ കുളങ്ങളുണ്ടായിരുന്നു. ഇപ്പം അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 3/4 ഭാഗത്തോളം മൂടിപ്പോയിട്ടുണ്ട്. പിന്നെ നിലവിലുള്ളത് തന്നെ നമ്മൾ തൊഴിലുറപ്പ് വന്നതിന് ശേഷം കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കച്ചറ നിറഞ്ഞു കിടക്കുന്ന കുളങ്ങളും നമ്മുടെ പ്രദേശത്തുണ്ട്. അതായത് തൊഴിലുറപ്പുകാർക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ കിടക്കുന്ന കുളങ്ങളുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിനീത മോഹൻദാസ്, VK സദാനന്ദൻ, PK അബ്ദുൾ റബ്ബ് എന്നിവരും സംസാരിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ VS ഉണ്ണികൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ VP അനിൽകുമാർ, സജിത ശ്രീനിവാസൻ, സച്ചിൻ കാട്ടിൽ എന്നിവരും ക്ലാസ് എടുത്തു. കൈകമംഗലം MIC സ്കൂളിലെ ആർട്സ് ഫെസ്റ്റ് സാഹിത്യകാരൻ TK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 28 വർഷം സൈന്യസേവനം നടത്താനും ഒരുപാട് സംസ്ഥാനങ്ങളിലും ഒരുപാട് കലാശാലകളിലൊക്കെ പോകാനും അവസരമുണ്ടായിട്ടുള്ള ഈ എളിയ എനിക്ക് ഇതുപോലുള്ള സരസ്വതി സ്ഥാപനങ്ങളിൽ എത്തുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കുട്ടികളെ പറ്റി പറയുമ്പോൾ ഉമർ ഖയ്യാം എന്നു പേരായ കവി കുട്ടികളെ പൂക്കൾ എന്നാണ് പറയാറ്. കുട്ടികളെല്ലാം പൂക്കളാണ്. മറ്റൊരു നമ്മുടെ ടാഗോർ പറഞ്ഞിരിക്കുന്നത് കുട്ടികളെല്ലാം മാലാഖമാരാണെന്നാണ്. അപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ പൂക്കളാണ്, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മാലാഖമാരും കൂടിയാണ്. നിങ്ങൾ ഏത് ഭാഷയിൽ പ്രാർത്ഥന ചൊല്ലിയാലും ഏതൊരു ഭാഷ പഠിച്ചാലും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിചാരങ്ങളും ഒന്നായിരിക്കും. PTA പ്രസിഡന്റ് MH മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൽ KS ഷിഹാബുദ്ദീൻ, വാർഡ് മെമ്പർ PB താജുദ്ദീൻ, സ്റ്റാഫ് സെക്രട്ടറി സാജിദ BV, സഗീർ എന്നിവരും സംസാരിച്ചു.
പെരിഞ്ഞിനത്ത് ഇരുവൃക്കകളും തകരാറിലായി മരണത്തോട് മല്ലിടുന്ന പെരിഞ്ഞിനം പനപ്പറമ്പ് സ്വദേശി സജീവന് അമ്മ വൃക്ക നൽകും. പക്ഷേ ജീവിക്കണമെങ്കിൽ സുമനസ്സുള്ള നാട്ടുകാരും കനിയണം. പെരിഞ്ഞിനം 2-ാം വാർഡിൽ കളരിക്കൽ സത്യൻ കോമള ദമ്പതികളുടെ മകൻ സജീവൻ എന്ന സജിൽ കുമാറാണ് 75% പ്രവർത്തനരഹിതമായ വൃക്കകളുമായി എറണാകുളം ലിസി ആശുപത്രിയുടെ ചികിത്സയിലുള്ളത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച സജീവന് അമ്മ കോമളയാണ് വൃക്ക നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായുള്ള ടെസ്റ്റുകളും പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് അസുഖങ്ങളൊന്നുമില്ലാത്തതിനാൽ വൃക്ക മാറ്റിവെക്കലിലൂടെ സജീവന് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനാകുമെന്ന് ഡോക്ടർമാർ ഉറപ്പു പറയുന്നു. എന്നാൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയയ്ക്കായി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സജീവന്റെ കുടുംബം. മത്സ്യത്തൊഴിലാളിയായ അച്ഛൻ സത്യന്റെയും തൊഴിലുറപ്പ് തൊഴിലാളിയായ കോമളയുടെയും തുച്ഛം വരുമാനം കൊണ്ട് ചികിത്സയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത ഈ കുടുംബത്തെ സഹായിക്കാനായി വാർഡ് മെമ്പർ ചെയർമാനായി സജിൽ കുമാർ ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. SBT 3 പീടിക ബ്രാഞ്ചിൽ 6725537353 എന്ന നമ്പറിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. ബാങ്കിന്റെ IFSC കോഡ് SBTR 00000896. വിലാസം സജീവൻ സൺ ഓഫ് സത്യൻ, കളരിക്കൽ വീട്, പനപ്പറമ്പ്, PO പെരിഞ്ഞിനം വെസ്റ്റ്. ചന്ദ്രാപ്പനി ശ്രീ കണ്ണനാകുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് കൊടിയേറ്റ് നിർവഹിച്ചത്. മേൽശാന്തി വടമന ഇല്ലത്ത് നാരായണ പ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. വൈകിട്ട് പ്രഭാഷണം, കൊടിപ്പുറത്ത് വിളക്ക്, കഥാപ്രസംഗം എന്നിവയും ഉണ്ടായിരുന്നു. കൈപ്പമംഗലം MICയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം വെള്ളിയാഴ്ച തുടങ്ങും. 1988 കൈപ്പമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ച മാലിക് ബിൻ ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് 25 വർഷം പിന്നിടുകയാണ്. വെള്ളിയാഴ്ച മുതൽ 16 വരെയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് പതാക ഉയർത്തും. വൈകിട്ട് 4 മണിക്ക് മക്കാം സിയാറത്ത്, ഉദ്ഘാടന സമ്മേളനം, ഇശൽ വിരുന്ന്, 15-ന് മഹല്ല് എംപവർമെന്റ് പ്രോഗ്രാം, 16-ന് മൗലീദ് പാരായണം, അധ്യാപക രക്ഷാകർതൃ സംഗമം, MIC ആർട്സ് ഫെസ്റ്റ്, സമാപന സമ്മേളനം തുടങ്ങിയവ നടക്കും. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ഏലംകുളം ബാപ്പു മുസ്ലിയാർ, മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, KP ധനപാലൻ MP തുടങ്ങിയവർ പങ്കെടുക്കും. അനാഥ അഗതി മന്ദിരം, അഫ്ദലുൽ ഉലമ അറബിക് കോളേജ്, എയ്ഡഡ് UP സ്കൂൾ, CBSE ഇംഗ്ലീഷ് സ്കൂൾ, സെക്കൻഡറി മദ്രസ, കമ്പ്യൂട്ടർ സെന്റർ, ITC തുടങ്ങിയ സ്ഥാപനങ്ങൾ കൈപ്പമംഗലത്ത് MIC നടത്തുന്നുണ്ട്. ജില്ലയിൽ 5 താലൂക്കുകളിലായി 30-ലധികം സ്ഥാപനങ്ങളും MIC നടത്തുന്നുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്പെഷ്യൽ ആശുപത്രിക്ക് അനുമതിയായി. പെരിഞ്ഞനം കുറ്റിലക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് തല ഫാം സ്കൂളിന്റെ ഉദ്ഘാടനവും കർഷക പരിശീലനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.